ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങളിപ്പോൾ കന്യാകുമാരിയിലാണ്. അവിടുത്തെ ഹോട്ടൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ റിവ്യൂ ചെയ്യാനുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ രാവിലത്തെ ഫുഡ് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ നിങ്ങൾ കണ്ടല്ലോ. ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് ഹോട്ടൽ ശരവണയിൽ നിന്നാണ്. പിന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അത് ഓർഡർ ചെയ്ത് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഐറ്റം വന്നെത്തിയിട്ടുണ്ട്. അവർ സെർവ് ചെയ്ത രീതി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പയും അമ്മയും ചോറാണ് കഴിച്ചത്. അതേപോലെ അനിയൻ കഴിച്ചത് നോർമൽ വെജ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതാണ്ട് എൻ്റെ ഫുഡ് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഈ ഫുഡ് കാണുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട്. ആസ് യു നോ, ഞാൻ ഭയങ്കര ഫ്രൈഡ് റൈസ് ആൻഡ് ബിരിയാണി ഫാനാണ്. എന്നും പറഞ്ഞാൽ വെജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതാ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സൈറ്റ്മെന്റ്. പിന്നെ ആ മുളക് ഇങ്ങനെ പൊള്ളിച്ച സംഭവം ഇങ്ങനെ തന്നത് എന്തിനാന്ന് അറിയില്ല. അതെന്തായാലും ഞാൻ ലാസ്റ്റ് പിന്നെ അത് എടുത്ത് കഴിച്ചു. ഇതിൻ്റെ കൂടെ വെച്ചിട്ട് പൊട്ടിച്ച് നല്ല എരിയൊക്കെ കൂടി അങ്ങനെ കഴിച്ചു. പിന്നെ ഈ ഗ്ലാസ് വാങ്ങിച്ചു. ഈ അങ്കിളാണെങ്കിൽ മലയാളിയാണ്. ഞങ്ങളെ കണ്ടപ്പരേ മലയാളികളാണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങ് വാങ്ങിച്ചു. ഞാനും അമ്മയും സെയിമാണ് വാങ്ങിച്ചത്, അനിയും വേറെയാണ് വാങ്ങിച്ചത്. അപ്പയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്കും അനിയനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗോവയിൽ പോയ ടൈമിൽ. അപ്പോൾ അത് രണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റൂമിൽ വെച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് വെച്ചപ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചു. കാരണം മറ്റേ മണൽക്കാറ്റൊക്കെ ഒരു മണലൊക്കെ കണ്ണിൽ പോകും, പൊടിയൊക്കെ അടിക്കും. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്കും കൂടെ അങ്ങ് വാങ്ങിച്ചു. പിന്നെ നല്ല വെയിലുമാണല്ലോ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു, വെളിയിൽ നല്ല ചൂട്. പിന്നെ ഈ മുകളിലത്തെ ഫ്ലോർ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ പൊതുവെ ജനറലി അവിടെ ചൂടായിരുന്നു. പക്ഷെ എ സി റൂം എടുത്തത് ഭയങ്കര ഉപകാരമായി. പക്ഷെ രാത്രി ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ എ സി ഒക്കെ പിന്നെ കുറയ്ക്കേണ്ടി വന്നു. തണുപ്പ് കുറയ്ക്കേണ്ടി വന്നു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പോയത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പ വന്നില്ലായിരുന്നു, അപ്പ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾ മുന്നിന് പോകും, അടുത്ത ദിവസം അപ്പയുടെ കൂടെയും പോവാന്ന് വിചാരിച്ചാണ് ഇന്ന് അങ്ങ് പോയത്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ തിരക്കൊന്നുമില്ല, പെട്ടെന്ന് വന്ന് സുഖമായിട്ട് പോവാന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഞങ്ങൾ വന്ന് ഉച്ച ടൈം ആയതുകൊണ്ട് ഇത്രയും ഇതായിട്ട് ഞങ്ങൾ വൈകിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര ആൾ. ഇവിടെ മാത്രമല്ല, ഇതിന് തൊട്ടപ്പുറത്തെ സ്ഥലം എല്ലാം ഫുൾ ആൾക്കാരായിരുന്നു, ക്യൂ ആയിരുന്നു. ഞങ്ങൾ വന്ന സമയം നല്ലതായിരുന്നു, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ, വീഡിയോ ഉണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ ട്രസ്റ്റ് മീ ഭയങ്കര തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് പോയാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തിരക്കുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ പോയത് 2017 ആ ടൈമിലാണ്. ആ ടൈമിലായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജ് ഈ വർഷം ജനുവരിയിലായിരുന്നല്ലോ ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് നടക്കുവാണ്. ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫെറിയുടെ ചാർജാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബോട്ട് ഉണ്ടല്ലോ, ബോട്ടിലല്ലേ പോകാൻ പറ്റും, അതിന്റെ ചാർജാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ കുറച്ചൊന്നും ഇരിക്കണമായിരുന്നു. ഫെറി അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം നമുക്ക് റെസ്റ്റ് എടുക്കാനോ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫി എടുത്തു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കൂടുതലും തമിഴിയൻസ് ഉണ്ടായിരുന്നു. അതേപോലെ മലയാളികളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കണ്ടോ നിങ്ങൾ, വെളിയിലോട്ട് നോക്ക്, കടലൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ വന്നതെന്ന് തോന്നുന്നു, കൊച്ചുമക്കളായിരുന്നു. പിന്നെ ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദശാവതാരം മൂവിയാണ്. മറ്റേ സുനാമി ഒക്കെ വരുന്ന ടൈമിൽ ഇതേപോലെയൊക്കെ ഒരു സീൻ ഉള്ള പോലെ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് ഞങ്ങൾ ഫെറി കയറി. എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയേ. എല്ലാവരും കയറുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും, കൂടുതലും ബാക്കിലായിരുന്നു കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ വന്നായിരുന്നു. ഏതൊക്കെയോ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ട്. കണ്ട എൻ്റെ പുറകിൽ പിള്ളേർ ലൈഫ് ജാക്കറ്റ് ഇടാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുമായിരുന്നു. തമിഴ് സ്കൂളിലെ പിള്ളേരാന്ന് തോന്നുന്നു, ഒരു തമിഴായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഫെറി ഇതാ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല വേവ് വരും. അതായത് ഇങ്ങനെ ഒരുപാട് ശരീരത്തിൽ, എന്നാൽ ഈ വേവ് പൊങ്ങുന്നതായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല, എന്നാലും ഇത് പതുക്കെ പോകുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. നല്ല രസമാണ്. പിന്നെ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞില്ലല്ലോ, 100 രൂപയാണ് ഒരാൾക്ക്. ഈ ഫെറിയുടെ ചാർജാണ് ഒരാൾക്ക് 100 രൂപ. പിന്നെ അകത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു 30 രൂപ ടിക്കറ്റ് എടുക്കണം അതിൻ്റെ മേളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫെറി തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും ഇരിക്കുന്ന രീതിയിലുള്ളവരെ എടുക്കത്തുള്ളൂ, അത്രയും കപ്പാസിറ്റി എടുക്കത്തുള്ളൂ. എന്നാലും കപ്പാസിറ്റി ഒരുപാടുണ്ടായിരുന്നു. കണ്ടാൽ നല്ല രസമില്ലേ കടൽ കാണാൻ, ഒരു നല്ല അടിപൊളി രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്ട് നമ്മൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പണി നടക്കുന്നില്ല, പക്ഷേ പണി ചെയ്യാനുള്ള അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഊരിയിട്ട് പോകാം. പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം കേട്ടോ. ഇത്ര ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ തിരിച്ചു വരേണ്ടത് അപ്പോൾ വന്നാൽ മതി. പക്ഷേ വൈകിട്ട് മുമ്പ് വരണം. എനിക്കൊന്ന് 5 മണിയോ 4 മണിയോ കണ്ടാണ് അതിന് മുമ്പ് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒന്നും എനിക്ക് അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇറങ്ങിയിട്ട് ലൈഫ് ജാക്കറ്റ് ഇടാൻ അവിടെ ഒരു പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെപ്പൽസ് വേണമെങ്കിൽ സൂക്ഷിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി. ഞങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തായിരുന്നു. അവർ പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടൊക്കെ എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ 10-20 എങ്ങാണ്ട് കൊടുത്തായിരുന്നു. അല്ലാതെ പൈസ കൊടുക്കണം എന്നില്ലായിരുന്നു. പിന്നെ ഈ ടിക്കറ്റ് എന്തിനാന്ന് വെച്ചാൽ ഈ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്, അവിടെയും ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളൂർ പ്രതിമ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു 30 രൂപ ടിക്കറ്റ് എടുക്കണം. അത് ഞാനാണ് പോയി എടുത്തത്. ഒരാൾക്കാണ് 30 രൂപ. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ 1892 സ്വാമി വിവേകാനന്ദൻ വന്ന് ധ്യാനിക്കുകയും ജ്ഞാനോദയം നേടുകയും ചെയ്ത പാറയുടെ ഓർമ്മയ്ക്കായിട്ട് 1970 നിർമ്മിച്ച ഒരു മെമ്മോറിയലാണ്. 1892 ഡിസംബർ 24, 25, 26 തീയതികളിലാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടുത്തെ ശ്രീപാദ പാറ സന്ദർശിച്ചത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഏക്നാഥ് റാൻഡെ എന്നൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇതിനു വേണ്ടിയുള്ള പങ്ക് നല്ലതായിട്ട് വഹിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് 1 രൂപ മാത്രം സംഭാവന ഇങ്ങനെ ശേഖരിച്ചാണ് ഇതിനുള്ള ധനസഹായം നേടിയത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് 9ാം ക്ലാസ്സിൽ മലയാളത്തിൽ തേജസ്വിയായ വാഗ്മി എന്ന സ്വാമി വിവേകാനന്ദ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പൊ അതിനകത്തൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1970 നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇത് നൽകിയത്. അതേപോലെ തന്നെ ഇതിനകത്ത് ശ്രീപാദ മണ്ഡപവും വിവേകാനന്ദ മണ്ഡപവും ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. നമുക്ക് സൈഡിലൊക്കെ ഉള്ള സ്ഥലമൊക്കെ എടുക്കാം, അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഏതാണെന്ന് എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഞങ്ങൾ വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ അകത്ത് ലാസ്റ്റാണ് കയറിയത്. ഞാൻ 2 വട്ടം വന്നപ്പോഴും നമുക്ക് ഇവിടം വരെ വരാൻ പറ്റത്തുള്ളായിരുന്നു, കാരണം ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് തിരുവള്ളൂർ പ്രതിമ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കാനേ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യം ഇങ്ങനെ പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര കാര്യമാണ്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് വരെ തിരുവള്ളൂർ പ്രതിമയുടെ അവിടെ പോകും, അതിൻ്റെ അകത്ത് കയറാം. നല്ലൊരു ഉപകാരമാണ് സത്യം പറഞ്ഞത്. സോ ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2024 ഡിസംബർ 30 ഇത് പണി കഴിഞ്ഞത്. അതേപോലെ തന്നെ 2025 ജനുവരിയിലാണ് ഇതിന്റെ ഇനാഗുറേഷനും കഴിഞ്ഞത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടലിന്റെ മേളിൽ പണിത ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതേപോലെ തന്നെ ഇവിടുത്തെ 2 ഐക്കോണിക് ലാൻഡ്മാർക്കായ വിവേകാനന്ദ മെമ്മോറിയലും തിരുവള്ളൂർ സ്റ്റാച്യുവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണിത്. പിന്നെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ മാസം ഇവിടെ ചെറുതായിട്ടൊരു വിള്ളൽ വീണു. പക്ഷെ നമുക്കത് പരിഭ്രാന്തരാവേണ്ട അത്രയൊന്നും ഇല്ല. ഒരു ചെറിയൊരു ഭാഗത്താണ്, അതും മേളിൽ എന്തോ പണി ചെയ്ത സമയത്ത് ചുറ്റിക വീണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ന്യൂസിൽ കണ്ടത്. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു ഞാൻ, പക്ഷെ അതിന്റെ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇതിന്റെയും കുറച്ച് നടുക്കായിട്ടാണ്, അങ്ങ് ദൂരെ ആ ഒരു നടുക്ക് ഭാഗത്തായിട്ടാണ്. പിന്നെ അത് ശരിയാക്കുമായിരിക്കും, അത് ചെന്നൈയിലുള്ള കമ്പനിയിൽ എങ്ങാണ്ടാണ്. അപ്പോൾ അവിടെ പറഞ്ഞ് റെഡിയാക്കും എന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. എനിവേ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ താഴെ കടലോ എന്ത് രസം, ഞാൻ എത്ര നേരം നിന്നറിയോ. പിന്നെ ഇതിൽ കൂടെ നടക്കാൻ പേടിയുള്ളവർക്ക് 2 സൈഡിലായിട്ട് ഒരു വേ ഉണ്ടാണ്ട്, അത് പേടിക്കേണ്ട. കുറേ പേര് അതിൽ കൂടെ നടന്നു. ഇതിൽ കൂടെ നടക്കാൻ പേടിയാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. കുറേ മലയാളികൾക്കൊക്കെ ഇങ്ങനെ പേടിയാന്ന് പറയുന്ന സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ പേര് പറയുന്നത് കേട്ടു വാഗമൺ ഇതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ 250 രൂപയാണ്. അതേപോലെ തന്നെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, 2 മിനിറ്റോ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് അതറിയാവുന്നവരെല്ലാം കമൻറ്റ് ചെയ്യും. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമ്മുടെ കൊതിമാറുവോളം നമുക്ക് നിൽക്കാം, നടക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്തോ വേണേലും ചെയ്യാം. എന്തോ വേണമെന്ന് വെച്ച് ഡാൻസ് ഒന്നും എടുക്കരുതാരും. ഞാൻ എടുത്തില്ലായിരുന്നു, കാര്യം പൊട്ടത്തില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്ക് നടക്കാം, ഫോട്ടോ എടുക്കാം, കുറേ നേരം നിൽക്കാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എന്തോ വേണം ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്തോ ബ്യൂട്ടിഫുൾ ആലേ, മേളിൽ തിരുവള്ളൂർ പ്രതിമ, കടല്, ഗ്ലാസ് ബ്രിഡ്ജ്, രസമുണ്ട്. പിന്നെ നമ്മുടെ ദശാവതാര മൂവിയിൽ തിരുവള്ളൂർ പ്രതിമയുടെ ഒരു പകുതിയല്ല, ഒരു കഴുത്തിന്റെ ഭാഗം വരെയല്ലേ തിരമാല പൊങ്ങുന്നതായിട്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അതേ ഞങ്ങൾ നടന്ന് തിരുവള്ളൂർ പ്രതിമയുടെ അടുത്തെത്തി. ഇതാ നിൽക്കുന്നു പ്രതിമ. നമുക്ക് ഇതിന്റെ അകത്തൂടെ കയറി മേളിലെത്താം. മേളിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. മേളിൽ മീൻസ് ആ ആൾക്കാർ നിൽക്കുന്ന അവിടം വരെ നിൽക്കാം. സോ ഇതിൻ്റെ അകത്തെ ഭാഗമാണ്. ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വരുവാണ്. അവിടെ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ കയറി വെള്ളം അടിക്കുന്നതിൻ്റെ ആണോ എന്ന് പറഞ്ഞിട്ട് നടുക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 സ്റ്റെയർ കയറണമായിരുന്നു. എനിക്കൊന്ന് 3 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു, 3-2 കയറണമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇവിടെ സൈലൻസ് പ്ലീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ഇത് കാര്യമായി, സൈലൻസ് പ്ലീസ് അല്ല, കീപ് സൈലൻസ്.
ആ ഒരു ചെറിയ ജനാല നല്ല രസമുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദാണ്ടെ കണ്ടോ, കടല് കാണാൻ എന്ത് രസം ആ ചെറിയ ജനാലയിൽ കൂടെ. പിന്നെ ഞങ്ങൾ നടന്ന് മേളിലെത്തി. ഇപ്പൊ ഭയങ്കര കാറ്റ്. ഓൾറെഡി താഴെ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെയൊക്കെ നല്ല കാറ്റായിരുന്നു. അതിലൂടെ കുറച്ചും കൂടെ മേളിലെത്തുമ്പോൾ പറയണ്ടല്ലോ, ഭയങ്കര കാറ്റായിരുന്നു. ഈ സാരിയും ഫ്രോക്കും ഒക്കെ മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നവരൊക്കെ പെട്ടു. ഞാൻ മറ്റേ ജീൻസ് ഇട്ട ഭയങ്കര കാര്യമായെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. നല്ല കാറ്റായിരുന്നു. ഞാനിട്ട ഗ്ലാസ് ഉണ്ടല്ലോ, കണ്ണിലിട്ട ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്ന വരെ പേടിയായി പോയി. ഭയങ്കര കാറ്റാണ്. മുടിയൊക്കെ നല്ല വൃത്തിക്ക് വെച്ചൊരു ഫോട്ടോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്ര കാറ്റാണ്. ഈ തിരുവള്ളുവർ എന്ന് പറഞ്ഞ ആള് ഒരു തമിഴ് കവിയും എഴുത്തുകാരനുമായിരുന്നു. ആ തിരുവള്ളുവർ എന്ന കവിയുടെ 133 അടിയുള്ള ഒരു പ്രതിമയാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ പ്രതിമയെ തിരുവള്ളുവർ പ്രതിമ അഥവാ വള്ളുവർ പ്രതിമ എന്നും അറിയപ്പെടും. എന്തായാലും 133 അടി ഉയരമുള്ള ഒരു പ്രതിമയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രതിമയുടെ കഴുത്തിന്റെ അവിടം വരെ സുനാമി വന്ന സമയത്ത് വന്നു എന്നാണ് പറയുന്നതും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ തിരയുടെ ഒരു ഹൈറ്റ് എത്രയായിരുന്നു എന്ന്. ഈ പ്രതിമയുടെ കാലിന് നഖത്തിന്റെ അത്രേ ഉള്ളൂ നമ്മൾ ഓരോ മനുഷ്യര്. പിന്നെ ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ഒരു ഉപദ്വീപാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ത്രിവേണി സംഗമം ഉണ്ട്. അതായത് 2 കടല്, അറേബ്യൻ കടലും ബംഗാൾ ഉൾക്കടലും അതേപോലെ തന്നെ ഒരു സമുദ്രം, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ സംഗമിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ടാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. പിന്നെ അത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജ് വഴി തന്നെ പോവുകയാണ്. കടല് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നടുക്കോ സൈഡിലോട്ടൊക്കെ ആകുമ്പോൾ ഒരു വലിയ പാറക്കല്ല് ഒരെണ്ണമല്ല, ഒത്തിരി പാറക്കല്ല്, അത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഇടയ്ക്ക് ഇവിടെ വരാത്തവരൊക്കെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വിചാരിക്കുമോ ഇവിടെ എന്തുകൊണ്ട് കാണാൻ, പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ കന്യാകുമാരി എനിക്കും ഇഷ്ടപ്പെട്ട പ്ലേസ് തന്നെയാണ്. ഒന്നും കൂടെ അടിപൊളിയായി ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നപ്പോൾ. ഇങ്ങനെ നടക്കുന്ന കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. കാരണം ഗ്ലാസ്സിൽ കൂടെ കടല് കാണുമ്പോൾ എന്തോ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫൈനലി നമ്മൾ ആദ്യം കണ്ട ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, അവിടെ ഞങ്ങൾ കയറുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിവേകാനന്ദ മണ്ഡപവും അതേപോലെ തന്നെ ശ്രീപാദ മണ്ഡപവും എല്ലാം ഇതിനകത്താണ്. അതേപോലെ തന്നെ ഇതിനകത്തൊരു മെഡിറ്റേഷൻ ഹാൾ ഉണ്ട്. ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കങ്ങനെ ഫോണൊന്നും അവിടെ എടുത്താലും കാര്യമില്ല, കാരണം നല്ല ഇരുട്ടൊരു ലൈറ്റ് ചെറിയൊരു വെട്ടേ ഉള്ളൂ. ഭയങ്കരമായിട്ട് നമുക്ക് ധ്യാനിക്കാൻ അധികം താല്പര്യം ഇല്ലാത്തവർ പോലും ധ്യാനിച്ചു പോകും. അത്രയും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒത്തിരി പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇരുന്നാനെ, കാരണം നമുക്ക് ഭയങ്കര പീസ് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ കാണേണ്ട കാഴ്ചകളൊക്കെ ഒത്തിരി സമയമെടുത്ത് കണ്ടും ആസ്വദിച്ചും താണ്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. തിരിച്ചിറങ്ങി പോകുമ്പോൾ പിന്നെയും നമുക്ക് ചുറ്റും ഒന്നും കൂടെ ഒന്ന് കറങ്ങി കാണാനൊക്കെ ഉള്ളതുണ്ട്. ഇതൊക്കെ വാട്ടർ സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു. എന്തിനാ സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ തിരിച്ച് നമുക്ക് ഫെറി കയറാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ ക്യൂ പോലെ നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട്. അങ്ങനെ പോയി നിന്ന് അടുത്ത ഫെറി വന്നപ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് താണ്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. തിരുവള്ളുവർ പ്രതിമ നല്ലതായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഫെറി പോകുമ്പോൾ എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് കിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ബോട്ടിൽ ഇരുന്നിട്ടാണ് ദൂരെ നിന്നുള്ള ഫോട്ടോ എടുത്തത്. പിന്നെ കടലൊക്കെ കണ്ടോ, നല്ല വെയിലൊരു 4 മണിയൊക്കെ ആയായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ കണ്ടോ നല്ല ആൾക്കാർ. ഇവിടത്തെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കുന്ന അവിടെയൊക്കെ ഭയങ്കര ഇതൊക്കെ കണ്ടു. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്തായാലും ഞങ്ങൾ പോയ ടൈം നല്ലതായതുകൊണ്ട് ഒത്തിരി പേര് സ്പെൻഡ് ചെയ്യാൻ പറ്റി, നല്ലോണം കാണാൻ പറ്റി, ഫോട്ടോസ് എടുക്കാൻ പറ്റി, വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഇതാണ് ഈ ഒരു സാധനം നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഇത് ഇവിടെ നിന്ന് വാങ്ങി, ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടുത്തെ എല്ലാ ഷോപ്പിലും ഇത് വിൽക്കുന്നുണ്ട്. പിന്നെ ആ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ അന്ന് വാങ്ങിയത്. പിന്നെ ഇവിടുന്ന് ഒരു സോണിയർ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. സോ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്ന് അറിയാം, പക്ഷെ എനിക്കിത് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്നാലേ ഒരു എക്സൈറ്റ്മെന്റും ത്രില്ലൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. പിന്നെ രാത്രി പോയതും അടുത്ത ദിവസം സൺറൈസ്, അങ്ങനെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. സോ എല്ലാവർക്കും കാണണം എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നമുക്ക് അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.